സംഘർഷ സാഹചര്യങ്ങൾക്കിടയിലും യുഎഇയിൽ നിന്ന് ആശ്വാസകരമായ വാർത്തകൾ പുറത്തുവരികയാണ്. വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായി പ്രത്യേക വിമാന സർവീസുകളാണ് യുഎഇ ആരംഭിച്ചിരിക്കുന്നത്. അബുദാബിയിൽ നിന്ന് ആദ്യ സർവീസുകൾ പുറപ്പെട്ടു കഴിഞ്ഞു. ദുബായിൽ നിന്നും സർവീസുകൾ ആരംഭിക്കുകയാണ് എന്നാണ് ദുബായ് എയർപോർട്ട്സ് ഒടുവിൽ അറിയിച്ചിരിക്കുന്നത്. അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ആദ്യ സർവീസ് ഇത്തിഹാദിന്റെ വിമാനമാണ്. അത് പുറപ്പെട്ടു കഴിഞ്ഞു. ഒപ്പം ഡൽഹിയിലേക്കും മുംബൈയിലേക്കും ലണ്ടനിലേക്കും അടക്കം വിമാന സർവീസുകൾ പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. ഭാഗികമായി ദുബായ് വിമാനത്താവളത്തിൽ നിന്ന് സർവീസ് ഉണ്ടെന്നാണ് നിലവിൽ ദുബായ് എയർപോർട്ട്സ് അറിയിച്ചിരിക്കുന്നത്. എമിറേറ്റ്സും ഇക്കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ആദ്യം ബുക്ക് ചെയ്യുന്നവരുടെ ക്രമത്തിലാകും ടിക്കറ്റ് ലഭ്യമാക്കുക എന്നാണ് എമിറേറ്റ്സ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും നിലവിലത്തെ ഈ സാഹചര്യങ്ങളുടെയൊക്കെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ സനൂപ് ശശിധരനും ഒപ്പം ചാന്ദിനിയും തയ്യാറാണ്. ആദ്യം സനൂപിലേക്കാണ്. സനൂപ്, ഈ പറഞ്ഞതുപോലെ തന്നെ ഏറെ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് നിലവിൽ പുറത്തു വരുന്നത്. എന്താണ് നിലവിലത്തെ ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഒപ്പം അല്പമെങ്കിലും അയവ് വരുന്നു നിലവിലത്തെ സാഹചര്യത്തിന് എന്ന് കണക്കുകൂട്ടാൻ കഴിയുമോ? ഇന്ന് 2 മണിക്ക് ശേഷമാണ് അബുദാബിയിൽ നിന്നും അതുപോലെ തന്നെ ദുബായ് എയർപോർട്ടുകളും ഭാഗികമായി ഓപ്പറേഷണൽ ആയിരിക്കുന്നത്. അബുദാബിയിൽ നിന്നാണ് മുംബൈയിലേക്കും ഡൽഹിയിലേക്കും കറാച്ചിയും റഷ്യയും പോലുള്ള സ്ഥലങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ എത്തിഹാദ് ആരംഭിച്ചിരിക്കുന്നു. ദുബായിൽ നിന്ന് ഫ്ലൈ ദുബായ് ആണ് ഇന്ന് ഓപ്പറേഷണൽ ആരംഭിക്കുന്നത്. അതും റഷ്യയിലേക്കുള്ള 4 ഫ്ലൈറ്റുകളാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അവിടെ നിന്ന് വൈകുന്നേരത്തോടുകൂടി രാത്രിയോടുകൂടി തന്നെ ഓപ്പറേഷൻ ആവുക. 2 വിമാനത്താവളങ്ങളാണ് ദുബൈയിൽ ഉള്ളത്. അൽ മക്തൂം അതുപോലെ തന്നെ ദുബായ് ഇന്റർനാഷണൽ വിമാനത്താവളവും. ഇത് രണ്ടും ഭാഗികമായി ഓപ്പറേഷണലാവുന്നു ഇന്നു മുതൽ എന്ന നല്ല ശുഭസൂചകമായ ഒരു വാർത്ത തന്നെയാണ് യുഎഇയിൽ നൽകാനുള്ളത്. കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാരെയാണ് ഈ ആദ്യഘട്ടത്തിൽ തിരികെ എത്തിക്കുന്നത്. അതിനുശേഷം മുൻപ് ബുക്ക് ചെയ്ത ആൾക്കാർക്ക് റീബുക്ക് ചെയ്യാം. ആ റീബുക്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ നാട്ടിലേക്ക് എത്തിക്കാൻ കുടുങ്ങിക്കിടക്കുന്നവർക്കാണ് മുൻഗണന ഇപ്പോൾ നൽകുന്നത്. പൂർണ്ണമായും ഓപ്പറേഷണലായിട്ടില്ല, പക്ഷേ ഭാഗികമായി ഓപ്പറേഷണലായിരിക്കുന്നു. ഇത് നല്ല ഒരു വാർത്ത തന്നെയാണ്. കാരണം വൈകാതെ തന്നെ മറ്റ് എയർപോർട്ടുകളും തുറക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഒമാനിൽ നിന്നും വിമാനം സർവീസുകൾ ആരംഭിച്ചു എന്ന വാർത്തകളും വരുന്നുണ്ട്. ഇത് ഫ്ലൈറ്റ് റഡാർ പ്രകാരമുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും നമുക്കറിയാം, നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഇറാന്റെ ആക്രമണങ്ങളെ ശക്തമായി പ്രതിരോധിക്കുകയാണ് നിലവിൽ യുഎഇ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ. കുവൈത്ത്, സൗദി അറേബ്യയിലടക്കം ഇറാന്റെ ഈ ഒരു ആക്രമണം കടുപ്പിച്ചിട്ടുമുണ്ട്. യുഎയിലെ ആമസോൺ ഡേറ്റാ സെന്ററിലും റാസൽ ഖൈമയിലും ഇന്ന് ഡ്രോൺ ആക്രമണം ഉണ്ടായി. അതിനെ ചെറുക്കാൻ യുഎഇക്ക് കഴിഞ്ഞു എന്നതാണ് ഏറെ സുപ്രധാനമായ കാര്യം. അൽഹംറ വില്ലേജിലാണ് ഡ്രോൺ തകർന്നു വീണത്. എന്നാൽ ആളപായങ്ങൾ ഒന്നുമില്ല എന്നും റാസൽ ഖൈമ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും പൊതുസുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മീഡിയ ഓഫീസും അറിയിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ സനൂപിലേക്ക് തന്നെ വരികയാണ്. സനൂപ്, ഇത്തരത്തിൽ യുഎഇയിലെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഇന്നത്തെ ഒരു സ്ഥിതി വലിയ ആശങ്കയ്ക്കിടയില്ലാതെ തന്നെ ഇന്നത്തെ ഒരു ദിവസം കടന്നു പോകുന്നു എന്ന് തന്നെ പറയാൻ കഴിയില്ലേ? ഇന്നലെ പകൽ വളരെ വ്യാപകമായുള്ള ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായെങ്കിൽ കൂടി ഇന്ന് അത്തരത്തിലുള്ള വ്യാപകമായ ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഇത് സ്ഥിരീകരിക്കപ്പെട്ട വാർത്തയല്ല. സ്ഥിരീകരിക്കപ്പെട്ട വാർത്തകൾക്ക് അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പലരും പറയുന്ന കിംവദന്തികളല്ല. വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായി പോലും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ശക്തമായി തന്നെ ചെറുത്തിരുന്നു. ഇന്ന് ഡാറ്റാ സെന്ററിന് നേരെയും അതുപോലെ റാസൽ ഖൈമയിലുമാണ് ആക്രമണം ഉണ്ടാവുകയും അതിനെ ശക്തമായി പ്രതിരോധിക്കുകയും അതിൻ്റെ മിസൈൽ അവശിഷ്ടങ്ങൾ താഴെ പതിക്കുകയുമാണ് ഉണ്ടായത്. ആമസോണിൻ്റെ ഡാറ്റാ സെന്ററിൻ്റെ പ്രവർത്തനം ഒരു ദിവസത്തിനകം തന്നെ പൂർണ്ണ സജ്ജമാകുമെന്ന് ആമസോൺ അറിയിച്ചിട്ടുണ്ട്. അത് സാങ്കേതികമായ ഒരു പിഴവിൻ്റെ പുറത്താണ് അവശിഷ്ടങ്ങൾ ബാധിച്ചതിനെ തുടർന്ന് സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതെന്നാണ് അവർ നൽകുന്ന വിശദീകരണം. ഏതായാലും ഇന്ന് ഏതൊരു തരം വെല്ലുവിളിയും നേരിടാൻ യുഎഇ തയ്യാറാണ്, സജ്ജമാണ് എന്നാണ് യുഎഇയുടെ ടൂറിസം മന്ത്രി രാവിലെ വ്യക്തമാക്കിയിരുന്നു. എല്ലാ തരത്തിലുള്ള പിന്തുണയും ഐക്യദാർഢ്യവും വിവിധ രാജ്യങ്ങളിൽ നിന്ന് യുഎഇയെ തേടിയെത്തുന്നുണ്ട്. യുഎഇ പ്രസിഡന്റുമായി പുടിൻ അടക്കമുള്ള റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ, അതുപോലെ തന്നെ യുഎസ്എയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, അതുപോലെ തന്നെ കെനിയ, അങ്കോള തുടങ്ങിയ രാജ്യങ്ങൾ, അൽബേനിയ തുടങ്ങിയ നോർത്തേൺ മെസഡോണിയ തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരെല്ലാം തന്നെ പ്രധാനമന്ത്രിമാരും അടക്കം ഉള്ളവർ
UAE ഭരണാധികാരികളുമായും അതുപോലെ തന്നെ പ്രസിഡന്റുമായും എല്ലാം തന്നെ ബന്ധപ്പെടുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ UAEക്കെതിരെ നടന്ന ആക്രമണത്തെ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കനത്ത സുരക്ഷ തന്നെ ഒരുക്കിയിട്ടുണ്ട് UAE എന്നതാണ്. പൗരന്മാരുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ടുള്ള നടപടിക്രമങ്ങൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു തരത്തിലുള്ള വ്യാജ വാർത്തകളും പ്രചരിപ്പിക്കരുതെന്ന UAE മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുകയോ അല്ലെങ്കിൽ വ്യാജ വാർത്ത സൃഷ്ടിക്കുകയോ ചെയ്താൽ കർശനമായ നടപടി തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 1 ലക്ഷം ദിർഹം മുതൽ 2 ലക്ഷം ദിർഹം വരെ പിഴയും അതുപോലെ തന്നെ 2 വർഷത്തെ തടവുമാണ് ശിക്ഷ ലഭിക്കുക. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കരുത് എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഷൂട്ട് ചെയ്യുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യരുത് എന്ന മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം തന്നെ നൽകിയിരുന്നു. ഏതായാലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും തന്നെ നിലവിൽ ഇല്ല എന്നാണ് UAE ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ശരി സനൂപ്, തുടരുക. മറ്റ് GCC രാജ്യങ്ങളിലെ വിവരങ്ങൾ കൂടി നോക്കുകയാണെങ്കിൽ ബഹ്റൈനിൽ ഇന്ന് ഒരു മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒമാനിലും ഇന്ന് അതിശക്തമായ ആക്രമണം ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് പുറത്തു വരുന്നത്. ചാന്ദിനി, നിലവിൽ എന്താണ് മറ്റ് GCC രാജ്യങ്ങളിലെ ഒരു സാഹചര്യം? അതെ അഞ്ജു, GCC രാജ്യങ്ങളിൽ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആക്രമിച്ച തോതിൽ എനിക്ക് തോന്നുന്നു ഇന്ന് ഒമാനിലാണ് വലിയ രീതിയിൽ ഒന്നുകൂടെ ആക്രമണം നടത്തിയിട്ടുള്ളത്. കാരണം ഒമാനിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മസ്കറ്റ് ഗവർണറേറ്റിന്റെ തീരത്ത് നിന്ന് ഏകദേശം 52 നോട്ടിക്കൽ മൈൽ അകലെ റിപ്പബ്ലിക് ഓഫ് മാർഷൽ ദ്വീപുകളുടെ പതാക വഹിച്ചുള്ള എണ്ണ ടാങ്കറിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായി. സംഭവത്തിൽ ഇന്ത്യക്കാരനായ ഒരു ക്രൂ അംഗം മരിച്ചിട്ടുണ്ട്. അതേ സംഭവത്തെ തുടർന്ന് 2 പേരെ കാണാതായ ഒരു അവസ്ഥയും നിലവിലുണ്ട്. കാണാതായ ജീവനക്കാർക്കായി ഇപ്പോഴും അധികൃതർ നിരന്തരം തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നും മസ്കറ്റ് ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുണ്ട്. രക്ഷപ്പെടുത്തിയ ജീവനക്കാരെ നാട്ടിലേക്ക് കൊണ്ടുപോകും. ഇതിനായി ഒമാനിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ ഏകോപിപ്പിക്കുന്നുണ്ടെന്നും എംബസി പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നത് തുടരുമെന്നും എംബസി അറിയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് ആക്രമണം നടത്തിയിട്ടുള്ള എണ്ണ ടാങ്കറിൽ ഉണ്ടായിരുന്നത് ബംഗ്ലാദേശ്, ഉക്രൈൻ, അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള പൗരന്മാരാണ് ഉണ്ടായിട്ടിരുന്നത്. എങ്കിൽ പോലും 2 പേർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും ഒമാനിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാളാണ് മരണപ്പെട്ടിട്ടുള്ളത്. സൗദിയിലേക്ക് വരികയാണെങ്കിൽ സൗദിയിൽ ഇന്ന് രാവിലെ റാസ് തനൂര റിഫൈനറി ലക്ഷ്യമിടാൻ ശ്രമിച്ച 2 ഡ്രോണുകൾ തകർത്തതായി നാശനഷ്ടങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെന്നും സൗദി പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവ് അറിയിച്ചിട്ടുണ്ട്. ഇറാൻ നടത്തുന്ന ആക്രമണത്തെ സൗദി അപലപിച്ചിട്ടുമുണ്ട്. നയതന്ത്ര തലത്തിലും പ്രതിഷേധം ശക്തമാക്കുകയാണ്. സൗദിയിലെ ഇറാൻ അംബാസഡറെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിക്കുമെന്നാണ് അറിയുന്ന വിവരം. അതുപോലെ തന്നെ UN സെക്യൂരിറ്റി കൗൺസിൽ വിളിച്ചു ചേർത്ത് ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ തടയാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നുമെന്നും സൗദി മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. വ്യോമഗതാഗതം തടസ്സപ്പെട്ട നിലയിലാണ് തുടരുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴും എയർ ഇന്ത്യ സർവീസുകൾ നടത്തുന്നില്ല. പക്ഷേ ഇതേ സംബന്ധിച്ച് നോക്കുകയാണ്, ഓയിൽ പ്രൈസ് 7% വർദ്ധിച്ചിട്ടുണ്ട്. ഖത്തറിൽ ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഖത്തർ എനർജി LNG ഉൽപാദനം നിർത്തിവെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിലെ ഖത്തർ എനർജിയുടെ ഊർജ്ജ കേന്ദ്രത്തെയും അതുപോലെ തന്നെ മിസൈദിയിലെ പവർ പ്ലാന്റിലെ വാട്ടർ ടാങ്കിനെയും ലക്ഷ്യമിട്ടാണ് ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുള്ളത്. സംഭവത്തിൽ ആർക്കും തന്നെ പരിക്കുകളോ മറ്റ് അപകടങ്ങളോ സംഭവിച്ചിട്ടില്ല എന്ന് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. മറ്റ് നാശനഷ്ടങ്ങളൊക്കെയും തന്നെ അധികൃതർ വിലയിരുത്തി വരികയാണ്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക റിപ്പോർട്ട് പിന്നീട് പുറത്തുവിടുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര വിമാനത്താവളം ഉൾപ്പെടെ രാജ്യത്ത് സിവിലിയന്മാർക്കു നേരെയുള്ള ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ നിലവിൽ ഇറാനുമായി ഒരു ചർച്ചയും നടക്കുന്നില്ലെന്നും അധികൃതർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബഹ്റൈനിൽ സൽമാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ മിസൈൽ അവശിഷ്ടങ്ങൾ വീണുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചതായാണ് ഇന്ന് നിലവിൽ വന്ന റിപ്പോർട്ട്. രാജ്യത്തിന് നേരെ വന്ന നിരവധി മിസൈലുകളും വ്യോമ പ്രതിരോധങ്ങളും തകർത്തതായിട്ടും ബഹ്റൈനിൽ നിന്ന് അറിയിപ്പുകൾ നിർദ്ദേശങ്ങൾ വരുന്നുണ്ട്. ബഹ്റൈൻ കിരീടാവകാശി ഇന്ന് വിവിധ രാഷ്ട്രത്തലവന്മാരുമായിട്ടും ടെലിഫോണിൽ സംസാരിച്ചതായിട്ടും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എല്ലാം കൊണ്ടും എല്ലാ GCC കൺട്രികളിൽ നിന്നും എന്തവസ്ഥയാണെങ്കിലും എന്താണെങ്കിലും പ്രതിരോധിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് GCC കൺട്രി ഇപ്പോഴും നിലനിന്നു പോകുന്നത്. NTV UAE to the world.